ഇന്നിവിടെ ഭയങ്കര മഞ്ഞും കാറ്റും തണുപ്പും ഒക്കെയാണ്. പുറത്ത് പോയേ പറ്റൂ, ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയൊന്നുമില്ല. അതാണ് ഈ മൃഗങ്ങളുണ്ടായാലുള്ള ഒരു കാര്യം. നമുക്ക് വീട്ടിനകത്തിരിക്കാൻ പറ്റില്ല. പക്ഷേ പുറത്ത് പോയി അവരുടെ ഹീറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. മൃഗങ്ങളെ വളർത്താൻ ഇഷ്ടമാണ്, പക്ഷേ ഈ മഞ്ഞാണ് ഒരു പ്രശ്നം. പിന്നെ കാനഡയല്ലേ, മഞ്ഞില്ലാതിരിക്കുമോ? കോഴിക്കോട് തുറന്നപ്പം മഞ്ഞ് കണ്ടതും പിന്നെ ആരും പുറത്തിറങ്ങിയില്ല. ടർക്കി മാത്രം എന്നെ കൊത്താനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. അതിന് ഈ വലിയ മഞ്ഞൊന്നും പ്രശ്നമില്ല. പക്ഷെ ഞാൻ വീട്ടിലോട്ട് കയറുമ്പോൾ അത് തിരിച്ച് അങ്ങ് കയറിപ്പോകും. ആടിൻ്റെ പുൽക്കൂട്ടിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഞ്ഞ് കയറി കിടക്കുകയായിരുന്നു. അടുത്ത വർഷം ഇതും സീൽ ചെയ്ത് വെക്കണം. ഇതൊക്കെ ഒരു പാഠമാണ്. പിന്നെ ആടിനെയും കുട്ടികളെ ഇട്ടിരുന്ന കൂട് ഞങ്ങൾ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ പലക വെച്ചിട്ട് കാറ്റ് കയറാതിരിക്കാനായിട്ട്. വലിയ ആടുകൾക്ക് തണുപ്പ് പ്രശ്നമില്ല, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ജനിച്ചതല്ലേ ഉള്ളൂ, അവർക്ക് തണുപ്പ് പ്രശ്നം തന്നെയാണ്. ചെറിയ ചൂടൊക്കെ ഉണ്ട്. ഭയങ്കര തണുപ്പാണെങ്കിൽ കുട്ടികളൊക്കെ ഒരു മൂലയ്ക്ക് പോയി കിടക്കും. ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ -9 ഉണ്ട്. പക്ഷെ രാത്രിയായപ്പോൾ ഞങ്ങൾ അവരെ എടുത്ത് ഞങ്ങളുടെ ഗരാജിൽ കൊണ്ടിട്ടു. അത് അവരുടെ കൂട്ടിനകത്ത് തണുപ്പ് ഒരുപാട് കൂടിയായിരുന്നു. ആ ചെറിയ ഹീറ്ററൊന്നും പോരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗരാജിനകത്തോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് അവരെ കൊണ്ടുപോയി അവരുടെ അമ്മമാരുടെ അടുത്ത് ഇട്ട് കൊടുക്കും. ഇപ്പം നോക്കിക്കേ, ഇന്ന് വലിയ പ്രശ്നമില്ല. അവരൊക്കെ എല്ലാം പുറത്തിറങ്ങി. മഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണെങ്കിലും തണുപ്പിന് ഒരിത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി, അവരെല്ലാം പുറത്തിറങ്ങി. പക്ഷേ ഇങ്ങനെ കുറേ നേരം ഇവരിങ്ങനെ നിൽക്കും. പിന്നെ നോക്കുമ്പം ആരെയും ഇവിടെ കാണില്ല. എല്ലാവരും കൂട്ടിനകത്ത് കയറി നിൽക്കും. പിന്നെയും കുറേ കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തെ വിശേഷങ്ങൾ.